പ്രിയമുള്ളവരെ, വചനജ്വാല 1514 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 23 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസം 23 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യഥാർത്ഥ ജ്ഞാനി. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: തിന്മയും നന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരി കഴിഞ്ഞ അഭിനിവേശം അരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുകയും ചെയ്യുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ജോൺ കപ്പിസ്ത്രാനോ എന്ന വിശുദ്ധനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ജോൺ മധ്യ ഇറ്റലിയിലെ കപ്പിസ്ത്രാനോ എന്ന പ്രദേശത്ത് ജനിച്ചു. നല്ല കഴിവും ഉത്തമ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ജോൺ 26 വയസ്സിൽ പെരൂജിയ ഗവർണറായി. മലാത്തേസ്റ്റർക്കെതിരായി നടത്തിയ യുദ്ധത്തിൽ തടവുകാരനായി 3 വർഷം ജയിലിൽ കിടന്നു. അവസാനം വലിയ വില കൊടുത്ത് സ്വതന്ത്രനായി. ജയിൽ ജീവിതം സ്വഭാവത്തിൽ മാറ്റം വരുത്തി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ സ്വപ്നത്തിൽ കണ്ടു. ജയിലിൽ പോകുന്നതിന് മുൻപ് വിവാഹം കഴിച്ചെങ്കിലും ഭാര്യയുമായി കഴിഞ്ഞിരുന്നില്ല. അതിനാൽ വിവാഹബന്ധം വേർപ്പെടുത്തി. 30-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. 4 വർഷത്തിന് ശേഷം വൈദികനായി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു. ഒരുപാട്
രോഗസൗഖ്യവും ഉണ്ടാകാറുണ്ട്. 70-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി അദ്ദേഹം വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ കപ്പിസ്ത്രാനോയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.